നിങ്ങളുടെ ബ്രെയിൻ അപകടത്തിലാണ്, നിങ്ങൾ പോലും അറിയാതെ. ഓരോ തവണ നിങ്ങൾ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നൊരു പ്രോബ്ലം നിങ്ങളുടെ കൂടെ കൂടാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്നൊരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് പിന്നെ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് സമയം ആ ഫോണിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്ത് പോയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇക്കാലത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? വെൽ, ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. യുവർ ബ്രെയിൻ ഈസ് ബീയിങ് റീവയർഡ്. എന്താണ് ബ്രെയിൻ റോട്ട്? ഇതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾ ഓവറായിട്ട് ബ്രെയിനിന് ഡിസ്ട്രാക്ഷൻസ് കൊടുക്കുമ്പോൾ, ലൈക്ക് സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻസ്, എൻഡ്ലെസ് സ്ക്രോളിംഗ്, ഇതൊക്കെ കൂടി ഓവർലോഡ് ആകുമ്പോൾ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ പഠിപ്പിക്കുകയാണ് പെട്ടെന്ന് കാര്യങ്ങൾ ഫിക്സ് ചെയ്യണം, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹാപ്പിനെസ് ഓർ പ്ലഷർ കിട്ടണം, കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ കിട്ടണം, എക്സെട്ര. ആൻഡ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ പഠനത്തെയും ഫോക്കസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. ഇവിടെ ജസ്റ്റ് സമയം വേസ്റ്റായി പോകുന്നു എന്നുള്ളത് മാത്രമല്ല പ്രോബ്ലം, യു ആർ ലൂസിങ് കൺട്രോൾ ഓഫ് യുവർ ബ്രെയിൻ. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവുന്നത് ഒരു ആക്സിഡൻ്റ് അല്ല, അത് ശരിക്കും അഡിക്റ്റ് ആവാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ തവണ നിങ്ങൾക്ക് ലൈക്ക് കിട്ടുമ്പോഴും കമൻറ്റ് കിട്ടുമ്പോഴും മെസ്സേജ് വരുമ്പോഴും ഒക്കെ നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ആവും. അത് നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് നൽകുന്ന ഒരു കെമിക്കലാണ്. ആൻഡ് നിങ്ങളത് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് ഹിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് സമയം ചെല്ലുന്തോറും അത് നിങ്ങളുടെ ഫോക്കസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് നല്ല ഫോക്കസോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് കിട്ടില്ല. ലൈക്ക് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, വായിക്കുന്നതൊന്നും മനസ്സിലാവില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഫോൺ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് അതിൽ കളിച്ചുകൊണ്ടിരിക്കും. സോ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈ മൈൻഡ്, ടൈം മാനേജ്മെൻറ്റ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സോ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബുക്സാണ് ദ മിറാക്കിൾസ് ഓഫ് യുവർ മൈൻഡ്, മാസ്റ്റർ മൈൻഡ്, ദ 80-20 പ്രിൻസിപ്പിൾ, എക്സെട്ര. ഇതിൻ്റെയൊക്കെ ഓഡിയോ ബുക്സ് കുക്കു എഫ്എമ്മിൽ ഞാൻ കേട്ടതാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഓഡിയോ ബുക്സ് ഞാൻ കുക്കു എഫ്എമ്മിൽ കേൾക്കാറുണ്ട്, ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആപ്പാണ് ഈ കുക്കു എഫ്എം. ബിക്കോസ് നമ്മളുടെ മൂഡ് അനുസരിച്ചുള്ള ഓഡിയോ ബുക്ക് അതിലുണ്ടാവും. 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ ഇവരുടെ അവതരണമൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7-day ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു എഫ് എമ്മിലെ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രീ ആയിട്ട്. സോ ആദ്യമായിട്ടാണ് കുക്കു എഫ് എം ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ യൂസ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിന്നിട്ട് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നൗ ഇമാജിൻ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു ആൻഡ് എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ആദ്യം തന്നെ ഫോൺ എടുത്ത് നോക്കുകയാണ്. പിന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ബട്ട് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ കണ്ടു, ഫോൺ എടുത്ത് നോക്കി ആൻഡ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾ ഫോണിൽ തന്നെയാണ്. പിന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ഇരുന്നു, ബട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോഴൊക്കെ അതെന്താണെന്ന് അറിയാനായിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ ആ ദിവസത്തെ പകുതി സമയവും കടന്നുപോയി, മര്യാദയ്ക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? ഇങ്ങനെയാണ് ബ്രെയിൻ റോട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയവും ശ്രദ്ധയും എല്ലാം നിങ്ങളിൽ നിന്ന് അത് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും നിങ്ങൾ പോലും അറിയാതെ. ഇനി എങ്ങനെ ഇത് നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഓർത്തിരിക്കാനോ സാധിക്കില്ല. ആൻഡ് നിങ്ങളുടെ മാർക്ക് കുറയും, കൂടുതൽ സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങും. ആൻഡ് നിങ്ങൾ വല്ലാണ്ട് പുറകോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളുടെ മാർക്ക് കുറയുന്നത് മാത്രമല്ല, അതോടൊപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും അപകടത്തിലാവാൻ തുടങ്ങും. നിങ്ങൾ എത്രത്തോളം ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യാനും തുടങ്ങും, ഒരു ടെമ്പററി റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മദ്യപിക്കുന്ന ആളുകൾ പറയാറില്ലേ, കുറച്ച് സമാധാനം കിട്ടാനാണ് മദ്യപിക്കുന്നത് എന്ന്. അതേപോലെ ബട്ട് അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ബ്രെയിൻ റോട്ട് നിങ്ങളുടെ സമയം മാത്രമല്ല, അതോടൊപ്പം മനസ്സിനെയും മോഷ്ടിക്കുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി ഒരു ആപ്പിൽ നിന്നും മറ്റൊരു ആപ്പിലേക്ക് സ്വിച്ച് ചെയ്ത് അത് നിങ്ങളുടെ മെമ്മറിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും. കാര്യങ്ങൾ ശരിക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളൊരു പേജ് ഫുള്ള് വായിച്ചിട്ടുണ്ടാവും, ബട്ട് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ബിക്കോസ് അപ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിന് മറ്റൊരു ഡിസ്ട്രാക്ഷനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ നിങ്ങളുടെ ബ്രെയിനിൽ ഫുൾ നോയ്സ് നിറയ്ക്കും. ആൻഡ് സ്വന്തമായിട്ട് ചിന്തിക്കാനോ നല്ല ഐഡിയാസ് കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കില്ല. സോ എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡോപ്പമൈൻ. നിങ്ങൾ ആ പെട്ടെന്ന് പ്ലഷർ കിട്ടുന്നതിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ഡോപ്പമൈൻ ഡീറ്റോക്സ് ആണ്. സോ അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തിടുക. മാക്സിമം ഫോൺ യൂസ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുമ്പോൾ ഫോൺ കുറച്ച് ദൂരെ എവിടെയെങ്കിലും വെക്കുക. ഫോണിൽ PDF ഒക്കെ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്യുന്നതിന് പകരമായിട്ട് വേറെ നല്ല ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുക, ലൈക്ക് റീഡിങ്,
റീഡിങ്, എക്സസൈസിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിന് പോയാലും മതി. പിന്നെ പോമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. ഒരു 25 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്ത് നിങ്ങളുടെ വർക്ക് ചെയ്യുക. ആൻഡ് ആ ടൈമിൻ്റെ ഇടയിൽ ഒരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ പാടില്ല. ദെൻ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. യു വിൽ ബി അമേസ്ഡ് അറ്റ് ഹൗ മച്ച് മോർ യു ക്യാൻ ഫോക്കസ്. സോ ഫ്രണ്ട്സ്, ബ്രെയിൻ ആണ് നമ്മുടെയൊക്കെ ദ മോസ്റ്റ് പവർഫുൾ ടൂൾ. സോ അതിനെ ഈ സോഷ്യൽ മീഡിയ ആൻഡ് ഡിസ്ട്രാക്ഷൻസ് വഴി റോട്ട് ചെയ്യാനായിട്ട് വിടരുത്. നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ്സിനെ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഷാർപ്പർ ആൻഡ് ഫോക്കസ്ഡ് ആവാനായിട്ട് സാധിക്കും. സോ ഹിയർ ഈസ് എ ചലഞ്ച്. ഈ ഒരാഴ്ച നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജ് കുറച്ച് കൊണ്ടുവരിക ആൻഡ് സീ ഹൗ മച്ച് മോർ ടൈം, എനർജി ആൻഡ് ഫോക്കസ് യു ഗെയിൻ ബാക്ക്. നിങ്ങളാണ് നിങ്ങളുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാതെ തിരിച്ചാവരുത്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ഇറ്റ് ബാക്ക്. ബ്രെയിൻ റോട്ട് റിയൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ബട്ട് നിങ്ങൾക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.